ഹലോ മക്കൾസ്, ഡുവാലിറ്റി തിയറംസ് ആണ് പറയാൻ പോകുന്നത്. സെക്ഷൻ 2 ആണ്. ഇതിനു മുമ്പ് നമ്മൾ 2 തിയറംസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, തിയറം നമ്പർ 3, ദ ഒപ്റ്റിമൽ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് ദ പ്രൈമൽ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് ഈക്വൽ ടു ദ ഒപ്റ്റിമം വാല്യൂ ഓഫ് ഫൈ ഓഫ് വൈ ഓഫ് ദ ഡുവൽ. തിയറം പറയുന്നത് പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമം വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ്, ഒരു ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ് എന്നുള്ളത്. അത് പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ അതിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ഒപ്റ്റിമൽ വാല്യൂ കിട്ടി, അതായത് ഒപ്റ്റിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫങ്ഷനിൽ അതേ പോയിന്റ് കൊടുത്താലും സെയിം വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ വാല്യൂവും ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ വാല്യൂവും എപ്പോഴും ഈക്വൽ ആയിരിക്കും. എങ്ങനെ? പ്രൈമൽ വാല്യൂവിന് പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് തിയറം പറയുന്നത്. സോ നമുക്ക് ഈ തിയറത്തിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് പറയേണ്ടത്? ഒരു ഒപ്റ്റിമൽ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് ദ പ്രൈമൽ എന്നാണ് പറയേണ്ടത്. സോ ഒരു പ്രൈമൽ കൺസ്ട്രെയിൻസ് നമ്മൾ അസ്യൂം ചെയ്യാം. ലെറ്റ് സമ്മേഷൻ ജെ ഇസ് ഈക്വൽ ടു 1 to n aij xj. ഏത് ഫോമിലായിരിക്കും? ഇത് പ്രൈമലിൻ്റെ ആയതുകൊണ്ടാണ് ഈ ഫോമിൽ. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു bi, where I is equal to 1 to m. After introducing slack variable, ഇതിൽ സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, ഈ കൺസ്ട്രെയിനിൽ നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? -xn+i എന്നുള്ള സ്ലാക്ക് വേരിയബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇനീക്വാലിറ്റി ഇക്വേഷൻ ആവുന്നു bi എന്ന് കിട്ടും. ദെൻ where I is equal to 1 to m. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ പ്രൈമൽ വാല്യൂവിന് ഒരു ഒപ്റ്റിമൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറയണം. ഇതാണ് എന്ത്? പ്രൈമൽ വാല്യൂവിൻ്റെ കൺസ്ട്രെയിൻസ്. സോ ഇതിൽ ഒപ്റ്റിമൽ വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ദ പ്രൈമൽ ഹാവ് ഒപ്റ്റിമൽ സൊല്യൂഷൻ x1 x2 എക്സെട്ര xn, അതേപോലെ xn+1 എക്സെട്ര xn+m. എന്താണ്? ഇതൊക്കെ എന്താണ്? ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. ഇത് പ്രൈമലിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ദെൻ ഇതൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനും കൂടെ ആയിരിക്കും. സോ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആകുമ്പോൾ എന്തായിരിക്കും? അതിൽ അറ്റ്ലീസ്റ്റ് n മെമ്പേഴ്സ് എങ്കിലും 0 ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ നോൺ ബേസിക് ആയിട്ടുള്ള വേരിയബിൾസിന് 0 പുട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ അറ്റ്ലീസ്റ്റ് n മെമ്പേഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ നമ്മൾ നെക്സ്റ്റ് അസ്യൂം ചെയ്യുന്നത് ലെറ്റ് π1 π2 എക്സെട്ര πm ബി എ സിംപ്ലക്സ് മൾട്ടിപ്ലേസ് ഫോർ ദ സൊല്യൂഷൻ. സിംപ്ലക്സ് മൾട്ടിപ്ലേസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ജെ ഈസ് ഈക്വൽ ടു 1 to m m+1 to m c j xj മൈനസ് സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to m bi pi i. അതായത് എന്താണ്? നമ്മളെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് നമ്മൾ നോൺ ബേസിക് വേരിയബിൾസിൻ്റെ ഫോമിൽ എന്ത് ചെയ്യാം? റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് സിംപ്ലക്സ് മൾട്ടിപ്ലേസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. സോ എന്താണ്? π1 π2 ഇവിടെയുള്ള ഈ പൈകളെ നമ്മൾ എന്താണ് അസ്യൂം ചെയ്തിട്ടുള്ളത്? π1 to πm എന്നുള്ളത് ഈ സൊല്യൂഷൻ്റെ സിംപ്ലക്സ് മൾട്ടിപ്ലേസ് ആണ്. Then we have seen before f of x for this basic feasible solution is given by. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ എഫ് ഓഫ് എക്സിനെ നമ്മൾ അസ്യൂം ചെയ്തിരുന്ന എഫ് ഓഫ് എക്സിനെ ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഒപ്റ്റിമൽ, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം? ഒപ്റ്റിമൽ ആകുമ്പോൾ നോൺ ബേസിക് വേരിയബിൾസിന് നമ്മൾ എന്ത് പുട്ട് ചെയ്യും? 0 പുട്ട് ചെയ്യും. സോ നമുക്ക് എല്ലാ വാല്യൂസും എന്തായിരിക്കും? 0 ആവും. ദെൻ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to m
bi pi I എന്നുള്ള ഒരു ഫോം മാത്രം അവിടെ എക്സിസ്റ്റ് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ എന്താവും 0 ആയി മാറും. ആൻഡ് ഇങ്ങനെ വരണമെങ്കിൽ എന്താണ് ഇവിടെ ഉണ്ടാവുക? all the relative cost coefficients are negative. that is എന്താണ്? ഇങ്ങനെ ആയിരിക്കും. ഇത് നമ്മൾ നെഗറ്റീവായിട്ട് പുട്ട് ചെയ്തുകൊണ്ടാണ് എന്തായിരിക്കും ഇത് 0 ആയി മാറിയത്. സോ സി ജെ പ്ലസ് summation I is equal to 1 to m aij pi I is greater than or equal to 0 and minus pi I is greater than or equal to 0. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര പെട്ടെന്ന് ഇത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലെങ്കിൽ മുമ്പത്തെ വീഡിയോസ് എടുത്ത് കാണാം. സിംപ്ലക്സ് മൾട്ടിപ്ലൈസിൻ്റെ വീഡിയോസിലൊക്കെ ഇതെങ്ങനെയാണ് ക്ലിയർ ആയിട്ട് വരുന്നത്, ഇത് എന്തുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്നൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ ഇനീക്വാലിറ്റി നമ്മളൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സി ജെ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇത് നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകാം. മൈനസ് സമ്മേഷൻ ഐ is equal to 1 to m a I j pi I എന്ന് വരും. ദാറ്റ് ഈസ് എന്ത് പറയാം? മൈനസ് സമ്മേഷൻ ഐ is equal to 1 to m a I j pi I is less than or equal to c j എന്ന് പറയാം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? മൈനസ് പൈ ഐ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻസിൻ്റെ ഫോം നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെയാണുള്ളത്? മൈനസ് ഓഫ് എ ഐ ജെ എന്ന് പറയുന്നത് എ എന്നുള്ള ഒരു മെട്രിക്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. എ ഐ ജെ ആയതുകൊണ്ട് തന്നെ എന്താണ് ട്രാൻസ്പോസ് വരും. ദെൻ ഇതൊരു വേരിയബിൾസ് ആണ്, കണ്ടോ അവിടെ നോൺ നെഗറ്റിവിറ്റി വേരിയബിൾസും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മൈനസ് നമുക്ക് മൈനസ് പൈ എന്നാണെങ്കിൽ, സോ മൈനസ് പൈ എന്നാണെങ്കിൽ ഇത് നമ്മൾ വൈ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഇക്വേഷന് വേറെ കളറിൽ പറയുകയാണെങ്കിൽ ഇത് രണ്ടുമാണ് നമ്മുടെ എന്തുള്ളത്, നമ്മൾക്ക് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ കൺസ്ട്രെയിൻസ് എന്ന് ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ മൈനസ് പൈ ഐ എന്നുള്ളതിനെ നമ്മൾ വൈ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഈ ഇക്വേഷൻ ഫോം ആണെന്ന് പറയാൻ പറ്റില്ലേ? അതായത് എ ട്രാൻസ്പോസ് ഓഫ് വൈ എ ട്രാൻസ്പോസ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു സി ട്രാൻസ്പോസ് ആൻഡ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള ഈ ഫോമിലാണ് ഈ രണ്ട് കൺസ്ട്രെയിൻസും ഈ രണ്ട് ഇനീക്വാളിറ്റീസും മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ഡുവൽ കറസ്പോണ്ടിങ് ദിസ് സൊല്യൂഷൻ. സോ ബൈ നമുക്ക് എന്ത് പറയാം? ഇതൊരു ഡുവൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഫോമിലാണ് കിടക്കുന്നത്. സോ ഫൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു ഡുവൽ നമ്മൾ പറഞ്ഞു തരുന്നത്? സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to m ബി ഐ വൈ ഐ എന്നാണ്. സോ ഇവിടെ വൈ ഐക്ക് പകരം നമ്മൾ മൈനസ് പൈ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമ്മളത് അവിടെ കൊടുക്കുകയാണെങ്കിൽ ഈ മൈനസ് ഇവിടെ വരും. മൈനസ് പൈ ഐ ഇസ് ഈക്വൽ ടു 1 to i ബി ഐ ഇൻറ്റു പൈ ഐ, കാരണം വൈക്ക് പകരം മൈനസ് പൈ ഐ ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇത് നമ്മൾ എവിടെയോ ഈ തിയറംസിൽ അല്ലെങ്കിൽ ഈ പ്രൂഫിൽ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയാണ് കണ്ടത്? ഇതാ കണ്ടോ, മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ഈ സംഭവം നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. സോ നമുക്ക് എന്താണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്? ഫൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് എഫ് ഓഫ് എക്സ്. ഫൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് നമുക്കൊരു ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ലാസ്റ്റ് നമ്മളൊരു കൊറോളറി പറയുന്നുണ്ട്, പ്രീവിയസ് തിയറമായിട്ട് വന്നിട്ടുള്ള. അതെങ്ങനെയായിരുന്നു? മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് ഫൈ ഓഫ് വൈ എന്നായിരുന്നു. സോ ഈ ഇക്വേഷനും ഈ ഒരു കൊറോളറിയും അതേപോലെ ഈ ഇക്വേഷനും കൂടെ നമുക്ക് രണ്ടും കൂടെ ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതും സാറ്റിസ്ഫൈ ചെയ്യണം, ഇതും സാറ്റിസ്ഫൈ ചെയ്യണം. സോ നമുക്ക് എന്ത് പറയണം? മിനിമം ഓഫ് therefore we get minimum of f of x is equal to maximum of f of phi of y എന്ന്. സോ നമ്മൾ എന്താണ് നമ്മളെ തിയറമാണ് ഒപ്റ്റിമം ഓഫ് primal problem is equal to optimum of dual problem. ഇതായിരുന്നു നമ്മൾ തിയറം എന്ന് പറയുന്നത്. സോ നമുക്ക് അതാണ് കിട്ടിയിട്ടുള്ളത്. ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, തിയറം എന്താണെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ,
ദെൻ നെക്സ്റ്റ് നമ്മളൊരു തിയറാണ് പറയാൻ പോകുന്നത്. ഒരു പ്രൂഫ് ഇല്ലാത്ത തിയറാണ്, പക്ഷെ നമുക്ക് പല കാര്യങ്ങളിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തിയറാണ്. ഇഫ് ദ പ്രൈമൽ പ്രോബ്ലം ഈസ് ഫീസിബിൾ then it has an unbounded optimum if and only if the dual has no feasible solution and vice versa. ഒരു പ്രൈമൽ പ്രോബ്ലം ഫീസിബിൾ ആണെങ്കിൽ അതിന് അൺബൗണ്ടഡ് ഒപ്റ്റിമൽ ആണെങ്കിൽ, അതിനൊരു അൺബൗണ്ടഡ് ഒപ്റ്റിമം ആണെങ്കിൽ അതിൻ്റെ ഡുവലിന് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഇനി ഇത് തിരിച്ചും പറയാം, പ്രൈമൽ പ്രോബ്ലം ഫീസിബിൾ ആണ്, അതിന് കറസ്പോണ്ടിങ് ഡുവൽ പ്രോബ്ലത്തിന് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ലെങ്കിൽ ആ പ്രൈമൽ പ്രോബ്ലത്തിന് ഒരു അൺബൗണ്ടഡ് ഒപ്റ്റിമം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൈമൽ പ്രോബ്ലം ഫീസിബിൾ ആണെങ്കിൽ അതിന് അൺബൗണ്ടഡ് ഒപ്റ്റിമം ആണ് ഉള്ളത് എങ്കിൽ അതിൻ്റെ ഡുവലിന് എന്തുണ്ടാവില്ല, ഒരു ഫീസിബിൾ സൊല്യൂഷനും ഉണ്ടാവില്ല. അതേപോലെ തന്നെ തിരിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രൈമൽ പ്രോബ്ലത്തിന് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്, അതേപോലെ കറസ്പോണ്ടിങ് ഡുവൽ പ്രോബ്ലത്തിന് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല എങ്കിൽ ആ പ്രൈമൽ പ്രോബ്ലത്തിലുള്ള ഫീസിബിൾ സൊല്യൂഷൻ എന്തായിരിക്കും, ഒരു അൺബൗണ്ടഡ് ഒപ്റ്റിമം ആയിരിക്കും പ്രൈമൽ പ്രോബ്ലത്തിന് ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഒരു തിയറാണ് പറയാൻ പോകുന്നത്. ഈ തിയറം കുറച്ച് ഇമ്പോർട്ടൻറ്റ് തിയറാണ്, കാരണം നമ്മൾ പറയാൻ പോകുന്ന തിയറം എന്ന് പറയുന്നത് ഇഫ് ഇൻ ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദ പ്രൈമൽ ആൻഡ് ദ ഡുവൽ, പ്രൈമലിൻ്റെയും ഡുവലിൻ്റെയും ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്തു. അതിൽ എ പ്രൈമൽ വേരിയബിൾ എക്സ് ജെ ഈസ് പോസിറ്റീവ്, ദെൻ ദ കറസ്പോണ്ടിങ് ഡുവൽ സ്ലാക്ക് വേരിയബിൾ എക്സ് വൈ എം ജെ ഈസ് 0. അതായത് പ്രൈമൽ വേരിയബിൾ എക്സ് ജെ പോസിറ്റീവ് ആണെങ്കിൽ ദെൻ കറസ്പോണ്ടിങ് ഡുവൽ പ്രോബ്ലത്തിലെ സ്ലാക്ക് വേരിയബിൾ വൈ എം പ്ലസ് ജെ 0 ആയിരിക്കും. അതേപോലെ if a primal slack variable x n plus I is positive, then the corresponding dual variable yi is 0 and vice versa. പ്രൈമൽ പ്രോബ്ലത്തിലെ സ്ലാക്ക് വേരിയബിൾ എക്സ് എൻ പ്ലസ് ഐ പോസിറ്റീവ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഡുവലുള്ള വേരിയബിൾ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇതൊരു പ്രോബ്ലം വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, consider the problem maximize f is equal to 3x1 plus 2x2 plus x3 plus 4x4 subjected to 2x1 plus 2x2 plus x3 plus 3x4 is less than or equal to 20, and 3x1 plus x2 plus 2x3 plus 2x4 is less than or equal to 20, x1 x2 x3 x4 is greater than or equal to 0. ഓക്കെ, ഈ തിയറത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമുക്കിത് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൈമലിൻ്റെയും ഡുവലിൻ്റെയും ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യണം. സോ ഇതിനെ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡുവൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ മാക്സിമൈസ് എന്നുള്ളത് ഇവിടെ മിനിമൈസ് ആവും. സോ മാക്സിമൈസ് എന്നുള്ളത് മിനിമൈസ്, എഫ് എന്നുള്ളത് 5 ആവും. 5 is equal to എന്താവും, ഇവിടെയുള്ള സംഭവങ്ങൾ 20y1 പ്ലസ് 20y2 ആൻഡ് സബ്ജക്റ്റഡ് ടു കൺസ്ട്രെയിൻസ് ചെയ്താണെങ്കിൽ ഇങ്ങനെ 2y1 പ്ലസ് 3y2 കറസ്പോണ്ടിങ് ഇവിടെ ഉള്ളത് ഈസ് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ദെൻ നെക്സ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് 2y1 പ്ലസ് y2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. Then next y1 plus y2 is greater than or equal to 1, and 3y1 plus 2y2 is greater than or equal to 4 എന്നുള്ള ഈ കൺസ്ട്രെയിൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു ഡുവൽ പ്രോബ്ലം ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ ഉള്ളത് ഒന്ന് നോക്കുക, ഇവിടെ എങ്ങനെയാണ് 4 ഇക്വേഷൻസ് വിത്ത് 2 വേരിയബിൾസ്, ആൻഡ് ഇവിടെ നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നത് 2 ഇക്വേഷൻസ് വിത്ത് 4 വേരിയബിൾസ് ആയിരുന്നു. സോ ഈ 4 വേരിയബിളിനേക്കാളും നമുക്ക് സോൾവ് ചെയ്യാൻ ഈസി 2 വേരിയബിൾസ് ആയുള്ളതാണ്. സോ 4 ഇക്വേഷൻസ് വിത്ത് 2 വേരിയബിൾസ് എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിക്കലായിട്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മൾ ഗ്രാഫിക്കലി സോൾവ് ചെയ്യുകയാണെങ്കിൽ, എങ്ങനെയാണ് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാന്ന് നമ്മൾ മുമ്പേ പഠിച്ചതാണ്, അതേപോലെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് y1 is equal to
1.2 ആൻഡ് y2 ഈസ് ഈക്വൽ ടു 0.2. ഇങ്ങനെ രണ്ട് സൊല്യൂഷൻ നമുക്ക് കിട്ടും. സോ ഇത് നമ്മളെ ഡുവലിലുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ phi is equal to 20y1 plus 20y2 എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് എന്ത് കിട്ടും? ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ഡുവൽ പ്രോബ്ലം കിട്ടും. ദാറ്റ് ഈസ് 20 ഇൻറ്റു 1.2 പ്ലസ് 20 ഇൻറ്റു 0.2 വി ഗെറ്റ് 28. ദിസ് ഈസ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ഡുവൽ പ്രോബ്ലം. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ഡുവൽ പ്രോബ്ലം കിട്ടിയാൽ ഇത് രണ്ടും ആൻഡ് നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് പ്രോബ്ലത്തിൻ്റെയും, അതായത് പ്രൈമൽ പ്രോബ്ലത്തിൻ്റെയും ഡുവൽ പ്രോബ്ലത്തിനും സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പോസിറ്റീവ് കിട്ടിയില്ലേ? സോ സ്ലാക്ക് വേരിയബിൾസ് 0 എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾ മുമ്പ് പറഞ്ഞ തിയറത്തിലുണ്ട്. സോ അത് ഇവിടെ അപ്ലിക്കബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടിയിരുന്ന രണ്ട് കൺസ്ട്രെയിൻസിനെയും നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കിട്ടുക ഇങ്ങനെയായിരിക്കും. ഇത് രണ്ടും പ്രൈമലിൻ്റെ ആയിരിക്കും, ഇതും 4 എന്തായിരിക്കും? ഡുവലിൻ്റെ ആയിരിക്കും. സോ ഇവിടെ സ്ലാക്ക് വേരിയബിൾ പറഞ്ഞാൽ x5 x6ഉം ഇവിടെ y3 y4 y5 ആൻഡ് y6 ഇതൊക്കെ എന്താണ്? പോസിറ്റീവോ അല്ലെങ്കിൽ 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് കിട്ടിയിട്ടുള്ള y1ൻ്റെയും അതേപോലെ y1ൻ്റെ വാല്യൂ എന്തായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്? 1.2 ആൻഡ് y2ൻ്റെ വാല്യൂ എന്തായിരുന്നു കിട്ടിയിരുന്നത്? 0.2. ഈ രണ്ട് വാല്യൂസും നമ്മൾ ഡുവൽ ഈ കൺസ്ട്രെയിൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? y3 ആൻഡ് y6 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതേപോലെ y4 ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് y5 ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ് കിട്ടുക. ഇത് നമ്മൾ ചെയ്ത് നോക്കുക. Then substituting this value y1 and y2 etc. y6 in equation, ഈ ഇക്വേഷൻസിൽ ഈ വാല്യൂസ് ഒക്കെ y1ൻ്റെയും y2ൻ്റെയും y3 y4 y5 ആൻഡ് y6 ഇതിൻ്റെ ഒക്കെ വാല്യൂസ് ഈ ഇക്വേഷൻസിൽ നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ ഇത് ഗ്രേറ്റർ ദാൻ 0, സ്ട്രിക്റ്റ്ലി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ദിസ് ഈസ് സ്ട്രിക്റ്റ്ലി ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. സോ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും നമുക്ക് സ്ട്രിക്റ്റ്ലി ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. സോ ബൈ ദ തിയറം പ്രൈമൽ വേരിയബിളിൻ്റെ എക്സ് ജെ പോസിറ്റീവ് ആണെങ്കിൽ ദെൻ കറസ്പോണ്ടിങ് ഡുവൽ പ്രോബ്ലത്തിലെ സ്ലാക്ക് വേരിയബിൾസ് y m പ്ലസ് ജെ 0 ആയിരിക്കും. അതേപോലെ പ്രൈമൽ പ്രോബ്ലത്തിലെ സ്ലാക്ക് വേരിയബിൾ എക്സ് എൻ പ്ലസ് ഐ പോസിറ്റീവ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡുവലുള്ള വേരിയബിൾസ് 0 ആയിരിക്കും. സോ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഏത് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്? ഇത് സെക്കൻഡ് ആയിരുന്നു. സോ നമ്മൾ എന്തായിരുന്നു? x3ൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ടായിരുന്നു, ഇത് x2ൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ടായിരുന്നു എടുത്തിട്ടായിരുന്നു ഈ ഇക്വേഷൻ നമ്മൾ ചെയ്തിരുന്നത്. ഇതെന്ന് പറയുന്നത് x3ൻ്റെ ആയിരുന്നു. സോ ബൈ യൂസിങ് ദിസ് തിയറം നമുക്ക് എന്ത് പറയാം? x2 ഈസ് ഈക്വൽ ടു 0 ആൻഡ് x3 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. ദാറ്റ് ഈസ് എന്ത് പറയാം? x2ഉം x3യും 0 ആണെന്ന് നമുക്ക് കിട്ടി. x2ഉം x3യും 0 ആണ്. ബൈ ദ തിയറം സ്റ്റാർ വി നോ ദാറ്റ് y1 ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് y2 ഈസ് ഗ്രേറ്റർ ദാൻ 0. അതായത് y1 എന്ന് പറഞ്ഞാൽ 1.2 ആണ്, അതേപോലെ y2 എന്ന് പറയുന്നത് 0.2 ആണ്. അതായത് y1ഉം y2ഉം ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഇൻ ഡുവലിൽ y1ഉം y2ഉം ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് കറസ്പോണ്ടിങ് പ്രൈമൽ സ്ലാക്ക് വേരിയബിൾസ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ കറസ്പോണ്ടിങ് പ്രൈമൽ സ്ലാക്ക് വേരിയബിൾസ് ഏതാണ്? x5ഉം അതേപോലെ x6ഉം. സോ അത് രണ്ടും 0 ആയിരിക്കും. സോ x5 ഈസ് ഈക്വൽ ടു 0 ആൻഡ് x6 ഈസ് ഈക്വൽ ടു 0. സോ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? x2 0 ആണെന്ന് കിട്ടി, x3 0 ആണെന്ന് കിട്ടി, x5ഉം 0, x6ഉം 0. സോ ഇതെല്ലാം 0 ആയി. സോ നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? x2 0 ആയി, x3 0 ആയി, x5ഉം 0 ആയി. സോ ബാക്കി എന്താണ്? 2x1 പ്ലസ് 3x4 ഈസ് ഈക്വൽ ടു 20 എന്നാവും. ഇവിടെ അതേപോലെ ആവും. സോ നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x1 പ്ലസ് 3x4 ഈസ് ഈക്വൽ ടു 20 എന്നാവും. അതേപോലെ തന്നെ 3x1 പ്ലസ് 2x4 ഈസ് ഈക്വൽ ടു 20 ആവും. സോ ഈ രണ്ട് ഇക്വേഷനും ഇങ്ങനെയാവും.
ഇത് രണ്ട് ഇക്വേഷൻസ് ആണ്, അതേപോലെ 2 വേരിയബിൾസ് ആണ്. സോ ഇത് രണ്ടും ബൈ സോൾവിങ് ദിസ് വി ഗെറ്റ് x1 ഈസ് ഈക്വൽ ടു 4 ആൻഡ് x2 ഈസ് ഈക്വൽ ടു x4 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ബാക്കിയൊക്കെ എന്താണ്? x3 0 ആണ്, x2ഉം 0 ആണ്, x5 0 ആൻഡ് x6ഉം 0. സോ നമുക്ക് x1 ടു x6 വരെയുള്ള വേരിയബിൾസ് കിട്ടി. ഇത് നമുക്ക് നമ്മളെ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരുന്നു നമ്മളെ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? എഫ് ഇസ് ഈക്വൽ ടു 3x1 പ്ലസ് 2x2 പ്ലസ് x3 പ്ലസ് 4x4 എന്നായിരുന്നു. സോ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 3 ഇൻറ്റു x1 എന്ന് പറയുന്നത് 4 പ്ലസ് 2 ഇൻറ്റു 0 പ്ലസ് 0 പ്ലസ് x4 എന്ന് പറയുന്നത് 4 ഇൻറ്റു 4 എന്നാണ്, which is equal to 12 and this is 16. So we get 28. സോ ഇവിടെ നമുക്ക് 28 എന്ന് കിട്ടി. നമുക്കിതിന് മുമ്പ് എവിടെയെങ്കിലും 28 കിട്ടിയിരുന്നോ? നമ്മൾ സൊല്യൂഷൻസ് ഇതേപോലെ നമ്മൾ y1ൻ്റെയും y2ൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് 28 കിട്ടിയിരുന്നു. ദിസ് ഈസ് ദ ഒപ്റ്റിമൽ വാല്യൂ ഓഫ് എന്ത് പറയാം, പ്രൈമൽ പ്രോബ്ലം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെയും ഡുവൽ പ്രോബ്ലത്തിൻ്റെയും ഒപ്റ്റിമൽ വാല്യൂ ഈക്വൽ ആയിരിക്കും എന്ന തിയറം നമ്മൾ പഠിച്ചു. അതും ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, താങ്ക് യു. ഇതുവരെ പറഞ്ഞൊക്കെ ക്ലിയർ ആയെന്ന് മനസ്സിലായി. ദെൻ നമുക്ക് നോട്ട്സ് നോക്കാം. ദെൻ നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ഈ ക്ലാസ്സിൽ പഠിച്ചതെന്ന് വെച്ചാൽ ഒരു തിയറം. ആ തിയറം എന്തായിരുന്നു? ആ തിയറം പറഞ്ഞിരുന്നത് പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും എന്നായിരുന്നു. ദെൻ അതിൻ്റെ പ്രൂഫ് നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു തിയറം തന്നെയാണ് പറഞ്ഞത്. ഒരു പ്രൈമൽ പ്രോബ്ലത്തിന് ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ അതിന് അൺബൗണ്ടഡ് ഒപ്റ്റിമൽ ആണെങ്കിൽ അതിന് ഡുവൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ തിരിച്ചു പറയുകയാണെങ്കിൽ പ്രൈമൽ പ്രോബ്ലത്തിന് ഫീസിബിൾ സൊല്യൂഷൻ ആണ്, അതിന് കറസ്പോണ്ടിങ് ഡുവൽ പ്രോബ്ലത്തിന് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല എങ്കിൽ ആ പ്രൈമൽ പ്രോബ്ലത്തിന് അൺബൗണ്ടഡ് ഒപ്റ്റിമൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ തിയറം സ്റ്റാർ ആണ് പറഞ്ഞത്. പ്രൈമൽ പ്രോബ്ലത്തിൻ്റെയും ഡുവൽ പ്രോബ്ലത്തിൻ്റെയും ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്തു. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൈമൽ വേരിയബിൾ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ദെൻ കറസ്പോണ്ടിങ് ഡുവൽ പ്രോബ്ലത്തിലെ സ്ലാക്ക് വേരിയബിൾ y(m + j) എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേപോലെ പ്രൈമൽ പ്രോബ്ലത്തിലെ സ്ലാക്ക് വേരിയബിൾ പോസിറ്റീവ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഡുവലിലുള്ള വേരിയബിൾ 0 ആയിരിക്കും. ഓക്കെ, ദെൻ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തു. ദെൻ ഇതാണ് ഈ തിയറത്തിൻ്റെ ഐഡിയ. അതായത് പ്രൈമൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡുവൽ കണ്ടുപിടിക്കുന്നു. ദെൻ ഡുവലിൻ്റെ സൊല്യൂഷൻ ബൈ ജോമെട്രിക്കലി സോൾവ് ചെയ്യുന്നു. അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്തു. നെക്സ്റ്റ് പ്രൈമലിൻ്റെയും ഡുവലിൻ്റെയും കൺസ്ട്രെയിൻസിലേക്ക് നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഡുവലിൽ ഫൈൻഡ് ചെയ്ത സൊല്യൂഷൻ ഡുവലിലെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതിലൂടെ നമുക്ക് കുറച്ച് വേരിയബിൾസും കൂടെ കിട്ടും. അത് പ്രൈമലിൽ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അത് പ്രൈമലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഒപ്റ്റിമൽ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മളെ തിയറം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ?